എനിക്കപ്പോൾ വീട്ടിലേക്ക് വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണം കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഇത്തവണ നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ആക്കാമെന്ന്. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പിന്നെ പൊടികളൊക്കെ ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. പൊടികൾ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ നമ്മൾ ചിക്കൻ ഇട്ടു കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടി ആഡാക്കി കൊടുക്കണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് വരും. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ നല്ല കളറാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടിയിട്ട് നല്ല കളറായിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ ആ കളർ കാണുന്നില്ല, അതാണ് ഒരു വിഷമം. പിന്നെ നമ്മൾ റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. റൈസിൽ നമ്മൾ ക്യാരറ്റൊന്നും ഇട്ടില്ല കേട്ടോ, അത് വീട്ടിലില്ലായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു കച്ചമ്പർ, ഇത് നമ്മൾ കച്ചമ്പർ എന്നാണ് പറയുക. അതിനുശേഷം എന്താ ഉള്ളി, പിന്നെന്താണ് നാരങ്ങ, പച്ചമുളകൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. പിന്നെ നാരങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ. പിന്നെ ഇല മസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലയിൽ കഴിക്കുന്നത്. പണ്ടേ അങ്ങനെ തന്നെയാണ്, എന്ത് ഫുഡ് ഉണ്ടെങ്കിലും ഇലയിൽ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ് എനിക്ക്. ഇപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അൻവിക്കാണ്. കാരണം അവൾക്ക് കുഞ്ഞിലയിൽ ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നതാണ്. അപ്പോൾ അവളങ്ങനെ കഴിക്കുമല്ലോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൾ കഴിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ചോറ് വിളമ്പി, അതിന് ശേഷം കറി ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതാ കച്ചമ്പറ്, നാരങ്ങ എടുത്ത് നന്നായിട്ട് ചിക്കൻ കറിയുടെ ചോറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ. ഈ പ്ലേറ്റ് അനിയൻ്റെ ആണ്, അവന് ഇല വലിയ താല്പര്യമില്ല, പിന്നെ അവൻ പ്ലേറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചിക്കൻ കറി ചോറൊക്കെ മിക്സാക്കി ഒരു പിടി സൂപ്പർ